ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇനി വല്ലാണ്ട് ഗ്യാപ്പില്ലാണ്ട് ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ആക്കുന്നു. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അങ്ങനെ ഓരോ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഓരോന്നായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇമ്മച്ചിയോടൊക്കെ വരുന്ന വ്ളോഗല്ലായിരുന്നു. ഇതിപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. അക്കൗണ്ടൻസി എക്സാം കഴിയുന്ന വരെ ആ സബ്ജക്റ്റ് തന്നെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഏകദേശം എൻ്റെ തിയറി ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതൊക്കെ മുന്നുള്ള വീഡിയോസിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ അറ്റ് എ ടൈം ഇങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിക്കൽ ഭയങ്കര ചടക്കണ പരിപാടിയാണ്. സോ ഗൈസ്, നേരത്തെ ഇതിപ്പോൾ രണ്ടാമത്തെ ഡേക്കാണ് ഞാൻ എടുക്കുന്നത്. നേരത്തെ എടുത്തത് നോക്കിയപ്പോൾ ഓഡിയോ ക്ലിയർ ആവുന്നില്ല. പിന്നെ രണ്ടാമത്തെ എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഒന്നാണ് അക്കൗണ്ടൻസി എടുക്കാനുള്ള ലാസ്റ്റ് ഡേ. നാളെ അക്കൗണ്ടൻസി എക്സാം ആണ്. മോർണിംഗ് ടു ആഫ്റ്റർനൂൺ ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഡിപ്രിസിയേഷൻ പഠിച്ചു, പോസ്റ്റ് ഓഫ് റിസൾട്ട് പഠിച്ചു. അതിൻ്റെ കുറച്ച് തിയറി പോർഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി ഞാൻ ഒറ്റ സ്ട്രക്ചറിൽ നിന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് കുറച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് പഠിച്ചിട്ട് പിന്നെ അല്ലാത്ത തിയറീസൊക്കെ ഒന്ന് വെറുതെ നോക്കി വെച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് കിടക്കുന്നതിന് മുന്നേ IP പ്രോജക്റ്റ് നാളെ സബ്മിറ്റ് ചെയ്യണം. അത് കുറച്ച് എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എഴുതിയിട്ട് ഞാൻ നേരെ അക്കൗണ്ടൻസി പഠിക്കാൻ വേണ്ടി വെച്ചിട്ടാണ്. ഞാൻ അങ്ങനെ ഒറ്റ സ്ട്രെച്ചെടുന്ന് പഠിക്കണം പറയുകയാണെങ്കിലും ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. IP പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുന്നേ ചെയ്തിരുന്നെങ്കിൽ എക്സാമിൻ്റെ ഇടയിൽ കൂടെ ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഇപ്പോൾ രണ്ടും കൂടെ അത്യാവശ്യം നല്ല പണിയായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയായാലും സബ്മിറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് ഏകദേശം എൻ്റെ കയ്യാറായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ ബുക്കിലേക്കാണ് കേട്ടോ എഴുതുന്നുണ്ട്. പക്ഷേ ഞാൻ ആ ബുക്കിലേക്കല്ല എഴുതിയിരിക്കുന്നത്. ആ ബുക്കൊക്കെ കുറച്ച് കൂടുതലായി തോന്നുകൊണ്ട് ഞാൻ വേറെ ഒരു ചെറിയ ബുക്കിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പോൾ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ മമ്മയും അമ്മച്ചും കൂടെ പത്തിരി ഉണ്ടാക്കുന്ന പരിപാടിയിലിരുന്നു. വലിയ കാര്യമായിട്ട് അങ്ങനെ സ്പെഷ്യൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എന്നാലും പത്തിരി വല്ലപ്പോഴൊക്കെയാണ് നമ്മളവിടെ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടുകൊണ്ട് അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും എടുത്തതാണ്. മിന്നു ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ വെറുപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തോ മാതിരിയാണ്. അതാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടത്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിട്ട് ചൊറിയണേനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ, വേറെ കാര്യം. ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് പത്തിരി ഇടുമ്പോൾ എൻ്റെ പണി എന്താ വെച്ചെങ്കിൽ ഇതിലിങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതെന്ന് ഓരോന്നെടുത്ത് കഴിക്കലാണ് എൻ്റെ പണി. ഇതിൻ്റെ സുഖം വേറെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കുറേ നേരം പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നല്ല രീതിക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇമ്മച്ചിയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് എന്തിൻ്റെ ചെടിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് പറയാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ജീരകല്ലേ, അതിൻ്റെ മരമല്ല, ചെടിയാണ്. അവിടെ ഒരു കുട്ടിയുണ്ട്. കുട്ടി എന്താ ചെയ്യുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ മിന്നു വെറുതെ നിൽക്കുമ്പോൾ ഇങ്ങനെ വെറുതെ പോയി വെറുപ്പിക്കാൻ തോന്നും. ഇങ്ങനെ വെറുതെ വെറുപ്പിച്ചാണ് കളയിൽ നിന്ന് നല്ലോണം കിട്ടാറുള്ളത്. അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് അടിയാവും. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് സൺകിസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക ക്ലിപ്സാണ്. പിന്നെ ഇവിടെ നല്ല അടിപൊളിയിൽ മഷാല നല്ല രീതിക്ക് ബോഗെയിൻ വില്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിക്കേണ്ട അതിലൊക്കെ ഞാൻ വിട്ടുപോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല ഒച്ചയും ബഹളം ഉണ്ടാവും. കാരണം വണ്ടികൾ എപ്പോഴും മുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു ഭാഗം നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം ഇവിടെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണലാണ്. ഇവിടെ വന്നിരിക്കാനൊക്കെ അടിപൊളിയാണ്. ഗൈസിന് ഒരു മിനിറ്റ് ഇവിടുന്ന് പഠിക്കണേന്നൊന്ന് മാറിക്കഴിഞ്ഞാൽ എൻ്റെ വൈറ്റ് ബോർഡ് എടുക്കുക, വരക്കുക. ഇതിപ്പോൾ മോന് ചെയ്തതാണ്, അല്ലെങ്കിൽ മിന്നു ചെയ്യും. രണ്ടാളത്തെ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ പണി തരും. സാരമില്ല, ഒരു കളിക്കട്ടെ. അപ്പോൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ ബോറടിക്കാൻ തുടങ്ങി. ഇപ്പോൾ സമയം 1 മണി ആവാറായി. 1 മണി. യെസ്, ഓൾസോ നമ്മളിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകും. പിന്നെ മെച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ് അവിടെ ആടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ കുറച്ച് വീഡിയോസും ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. സംഭവം വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ ഓർക്കും സംസാരിക്കണമല്ലോ. ആടല്ലാതുണ്ട്. ഇന്നാണെങ്കിൽ ആടിനെ കണ്ടിട്ട് അണ്ട വിട്ട് നിൽക്കുകയാണ്. പിന്നെ മെച്ചി നമുക്ക് പപ്പായ മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് സമയം ഞാനിങ്ങനെ വെറുതെ കളയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കുറേ നേരം പഠിക്കാതിരിക്കുമ്പോൾ ബോറടിക്കും. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആവണമല്ലോ.
വീഡിയോയിലൊക്കെ കഴിക്കാട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ പഠിക്കാന്നുള്ള ഒരു തീരുമാനത്തിൽ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചത്. ഇത് കൂവപ്പായസമാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ, നല്ല ചൂടുണ്ട്. ഇതിൻ്റെ വീഡിയോ വരും ചിലപ്പോൾ. ആ വീഡിയോ കണ്ടിട്ട് കാര്യങ്ങൾ ഈ ലോങ് വീഡിയോ കാണാം. യെസ്, അപ്പോൾ പഠിക്കൽ ഞാൻ അപ്പം നിർത്തിയതാണ്, പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ IP ഇരുന്ന് എഴുതാൻ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് രാത്രി നമുക്ക് ബാക്കി അക്കൗണ്ടൻസി പഠിക്കാം. അങ്ങനെ പിന്നെ കുറേ നേരം കൂവപ്പായസമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. എന്തായാലും ഇനി പഠിക്കൽ നടക്കുമെന്നൊക്കെ തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ആ ദിവസം ഞാൻ കാര്യമായിട്ട് ക്ലിപ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ എക്സാം ഇരുന്നല്ലോ. അപ്പോൾ അക്കൗണ്ടൻസി എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോന്നപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ക്ലിപ്സാണ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി എനിക്ക് കുറച്ച് ടഫായിരുന്നു. പക്ഷെ എന്നാലും ഏകദേശമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സമയം കിട്ടിയില്ല. 2-3 പ്രോബ്ലംസ് ഒന്നും ചെയ്യാനൊക്കെ സമയം കിട്ടിയില്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും എൻ്റെ ഏകദേശം എല്ലാ എക്സാംസും കഴിഞ്ഞിട്ട് എക്സാമിനെ കുറിച്ച് മാത്രമേ ഞാനൊരു വീഡിയോ ഇടാൻ വിചാരിക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇത് പിന്നെ എന്താ വെച്ചെങ്കിൽ ഇതിപ്പോൾ ഇന്നലത്തെ ക്ലിപ്സാണ്. അപ്പോൾ ഇന്നലെ എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശ്മീരുടെ ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുട്ടികളെല്ലാവരും വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. കാരണം ഇവിടെ പൊതുവെ എല്ലാവരും പാടിയിട്ട് ഭയങ്കര സൈലൻസ് ആണല്ലോ. അപ്പോൾ ഇവരെല്ലാവരും വന്നപ്പോൾ നല്ല രസമായിരുന്നു. ഓൾക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല അവളെ ഫ്രോക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ കൂടി ബോ കൂടി നല്ല രസമുണ്ടായിരുന്നു. ബുദ്ധി ഓർമ്മക്കുണ്ട് അല്ലേ? അപ്പൊ വീട് റൂമൊക്കെ കാണാൻ വന്നതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓളോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ വ്ളോഗ് ഇവിടെ ഉണ്ടാവുകയാണ്. പിന്നെ എന്തായാലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു. അസ്സലാമു അലൈക്കും.